മസ്അല ചോദിക്കാൻ വന്നതാണെങ്കിൽ അതൊരു കടലാസിൽ എഴുതി ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. യഖ്റുജു ഇലൈക്കൽ ജവാബ് അല്ലെങ്കിൽ യുഖ്റുജു ഇലൈക്കൽ ജവാബ്, നിങ്ങൾക്ക് മറുപടി ഇങ്ങോട്ട് എഴുതി കൊടുത്തേക്കാന്ന് പറഞ്ഞിട്ട് ഒരു കടലാസിൽ എഴുതി ഇങ്ങോട്ട് തരാൻ പറഞ്ഞിട്ടുണ്ട്. വൈകാനലിൽ ഹദീസ്, അല്ല നിങ്ങൾ ഹദീസ് കേട്ട് പഠിക്കാൻ മുതഅല്ലിമായിട്ട് വന്നതാണോ? ഫഖദ് അറഫ്ത യൗമൽ മജ്ലിസി, അത് നിങ്ങൾക്ക് അറിയാലോ ഏത് ദിവസമാണ് സിറ്റിംഗ് എന്ന് അറിയാലോ. അത് ദർസിന് വേണ്ടി ഇരിക്കുന്ന സമയത്ത് വന്നാലും ദർസ് കൂടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ മസ്അല ചോദിക്കാൻ വന്നാണെങ്കിൽ എഴുതി വന്നാൽ ഇപ്പൊ തന്നെ മറുപടി അങ്ങോട്ട് തരാം. സുബ്ഹാനല്ലാഹ്. അപ്പോ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയുള്ള മദീനയിലെ ഗവർണർ പറഞ്ഞു, ഖൂലി ലഹു, നിങ്ങൾ ഉസ്താദിനോട് പറയണം, ഇന്ന മഈ കിതാബ്, എന്റെ കൂടെ ഒരു എഴുത്തുണ്ട്. ഇന്ന മഈ കിതാബ വാലി മക്ക, മക്കയിലെ ഗവർണറുടെ ഒരു കത്തുണ്ട്. നിങ്ങൾക്കതിൽ ഒരു പ്രധാനപ്പെട്ട വിഷയം അതിൽ എഴുതിയിട്ടുണ്ട്. അത് പറഞ്ഞപ്പോ ഈ സ്ത്രീ വീണ്ടും തിരിച്ചുപോയി. പിന്നെ ഒരു വലിയ കസേര എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. ആ കസേര കൊണ്ടുവന്ന് വീട്ടിന്റെ മുൻഭാഗത്ത് അവിടെ വെച്ചു. പിന്നെ അതാ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, സുമ്മ ഇദാ അന ബിമാലികിൻ ഖദ് ഖറജ വഅലൈഹിൽ മഹാബത്തു വൽ വഖാറു വഹുവ ശൈഖുൻ തവീലുൻ മസ്നൂനുൽ ലിഹിയതി. ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു കാണുമ്പോ തന്നെ വല്ലാത്ത ഗാംഭീര്യമുള്ള ഒരു പണ്ഡിതൻ, വല്ലാത്ത ഗാംഭീര്യമുള്ള നല്ല പൊക്കമുള്ള ഒരു പണ്ഡിതൻ. ബഹുമാനപ്പെട്ടവർ അതാ നല്ല നീണ്ട താടിയുമായി മഹാനവറുകൾ ഇറങ്ങി ഇങ്ങ് വരുന്നു. വലിയ നീളക്കുപ്പായവും തലേക്കെട്ടുമൊക്കെ ഉള്ളതിന്റെ പുറമെ ഒരു തൈലസാൻ തലേക്കെട്ടിന്റെ മേലെ പുതച്ചിട്ടുമുണ്ട്. അങ്ങനെ വന്ന് അവിടെ കസേരയിൽ ഇരുന്നപ്പോ ഈ എഴുത്ത് ഗവർണർ അങ്ങ് കൊടുത്തു. ആ കത്ത്, ഗവർണർ കൊടുത്ത കത്തിങ്ങനെ വായിച്ചപ്പോൾ ആ കത്തിൽ ഇന്ന ഹാദാ റജുലുൻ മിൻ അംരിഹി വഹാലിഹി എന്ന് പറഞ്ഞിട്ട് എന്നെ സംബന്ധിച്ച് മക്കയിലെ ഗവർണർ എഴുതിയ വാചകങ്ങളുണ്ട്. ആ വാചകങ്ങൾ ഇങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ ആ കത്ത് നിലത്തവിടെ, ആ കത്ത് അവിടെ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് അവസാറ ഇൽമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൂഖദു ബിർറസാഇൽ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇൽമ് അതിങ്ങനെ കത്ത് കൊടുത്തയച്ചിട്ടും റെക്കമെൻഡ് ചെയ്തിട്ടുമൊക്കെ തേടുന്ന കാലം വന്നോ? ഇത്രയും ആലിമീങ്ങൾ കുറഞ്ഞു പോയോ? എന്താണ് ഈ കാണുന്നത്? റെക്കമെൻഡ് ചെയ്തിട്ടാണോ ഇൽമു പഠിക്കുന്ന കാലം വന്നുപോയോ എന്ന് ബഹുമാനപ്പെട്ടവർ ചോദിക്കുകയാണ്. അതിനുശേഷം ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനിങ്ങനെ ഗവർണറെ നോക്കുമ്പോ എന്തൊരു ബഹുമാനമാണ് മദീനത്തെ ഗവർണർക്ക് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിനോടുള്ളത്. ഗവർണർക്കൊന്നും പറയാൻ ധൈര്യമില്ല, മാലിക് റളിയല്ലാഹു അൻഹുവിനോടൊന്നും പറയാൻ ധൈര്യമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഫതഖദ്ദംതു ഇലൈഹി, ഞാൻ വേഗം, ഞാൻ കുട്ടിയാണല്ലോ, ഞാന് മാലിക് ഇമാമിന്റെ അടുക്കൽ നേരെ അങ്ങ് കയറി ചെന്നു. ഞാൻ എന്നിട്ട് പറഞ്ഞു, അസ്ലഹക്കല്ലാഹ് ഇന്നി റജുലുൻ മുത്തലിബിയ്യുൻ, ഇന്നി റജുലുൻ മുത്തലിബിയ്യുൻ, ഞാൻ ഖുറൈശി തറവാട്ടിൽപ്പെട്ട മുത്തലിബിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തറവാട്ടിൽപ്പെട്ട തങ്ങന്മാരെ കൊണ്ടെത്തിപ്പെട്ട ഒരാളാ. വമിൻ ഹാലി വഖിസ്സത്തി, എന്റെ ചരിത്രവും സംഭവമൊക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞു ഞാൻ ജോറായിട്ട് സംസാരിച്ചു. ഫലമ്മാ അൻ സമിഅ കലാമി നളറ ഇലയ്യ സാഅതൻ, എന്റെ സംസാരമൊക്കെ കേട്ടപ്പോ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു എന്നെ ഒന്ന് ശരിക്ക് തുറിച്ചു നോക്കി. ആ നോട്ടം വല്ലാത്ത നോട്ടമാണ്. ആ നോട്ടത്തിൽ എന്നോട് ചോദിച്ചു, മസ്ബുക്ക, നിന്റെ പേരെന്താ കുട്ടി? ഞാൻ പറഞ്ഞു മുഹമ്മദ്. അപ്പോൾ അത് കേട്ടപ്പോ എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഇത്തഖില്ലാഹ്, നീ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ മുഹമ്മദേ. വജ്തനിബിൽ മആസിയ, നിങ്ങൾ ഒരു തെറ്റും ചെയ്യാതെ ജീവിക്കണേ മുഹമ്മദേ. ഫഇന്നഹു സയകൂനു ലക ശൈഉൻ മിന ശൈനി, നിങ്ങൾക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു വലിയ ഭാവിയുണ്ട് മുഹമ്മദേ. ഇസ്ലാമിക ചരിത്രത്തിൽ നിങ്ങൾക്ക് വലിയ ഭാഗ്യമുണ്ട്, വലിയ ഭാവിയുണ്ട് മുഹമ്മദേ. അതുകൊണ്ട് ഒരു തെറ്റും വന്നു പോകാതെ അല്ലാഹുവിനെ സൂക്ഷിച്ച് നിങ്ങളെ ജീവിതം നയിക്കണേ മുഹമ്മദേ. എന്നോട് ആദ്യമായി തന്നെ നൽകിയ ഉപദേശമാണ്. പിന്നീട് പറഞ്ഞു, നിങ്ങളെ ആദരിക്കുന്നു. ഇദാ കാന ഗദ്, നിങ്ങൾ നാളെ നേരം വെളുത്താൽ വന്നോ എന്റെ അടുക്കൽ വെച്ച് ഓതിക്കോളൂ എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എന്താ ഓതേണ്ടത്? കിതാബുൽ മുവത്ത.
കിതാബുൽ മുവത്ത ഓതണം. ഷാഫി റളിയല്ലാഹു പറഞ്ഞു, ഞാനത് മനഃപ്പാടമാക്കിയിട്ടാണ് വരുന്നത്, മക്കയിൽ നിന്ന് അത് മനഃപ്പാടമാക്കിയിട്ടാണ് വരുന്നത്. എന്നാലും ഇമാം മാലിക് റളിയല്ലാഹുവിന്റെ ദർസിൽ പങ്കെടുക്കാൻ പറഞ്ഞു. ഒരിക്കൽ ഓതിയ കിതാബ് രണ്ടാമത് ഓതുമ്പോ ഒരു മടിയും തോന്നേണ്ടതില്ല. മനഃപ്പാടമാക്കിയ കിതാബ് വന്നിട്ട് ഓതിയ ആളാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ഒരു അൽഫിയ 100 ബൈത്ത് കഴിഞ്ഞിട്ട് രണ്ടാമതൊന്നും കൂടി ഓതിക്കോ എന്ന് പറയുമ്പോ ചില മുതഅല്ലിമീങ്ങൾക്ക് എന്തോ ഒരു ബേജാറാണ്. ഫത്ഹുൽ മുഈൻ ഒന്നും കൂടി ഓതിക്കോ എന്ന് പറഞ്ഞാൽ വലിയ ബേജാറാണ്. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മനഃപ്പാടമാക്കി വന്നതാണ് മുവത്ത. അത് രണ്ടാമത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വെച്ച് ഓതുകയാണ്. ബഹുമാനപ്പെട്ടവര് പറയുന്നു, ഓരോ ദിവസവും ഞാൻ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ദർസിൽ പങ്കെടുത്ത് ഞാൻ വായിച്ചു കൊടുക്കുന്നു, മാലിക് ഇമാം റളിയല്ലാഹു അൻഹു കേൾക്കുന്നു. ആ സമയത്ത് എനിക്ക് അവിടുത്തെ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് തന്നെ എത്ര ഇൽമാണ് ലഭിച്ചിട്ടുള്ളത്. ധാരാളം ഇൽമ് ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ലഭിച്ചു. അങ്ങനെ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് വരെ ഹിജ്റ 179 മാലിക് ഇമാം റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത്. അന്ന് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു 29 വയസ്സാ. ആ 29 വയസ്സ് വരെ മദീനയിൽ തന്നെ ഉസ്താദിന്റെ കൂടെ അവിടെ കൂടി, വേറെ എവിടെയും പോയില്ല. അവിടെ നിന്ന് അതാ മദീന ശരീഫിലുള്ള ഇൽമ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിൽ നിന്നും മറ്റ് പണ്ഡിതന്മാരിൽ നിന്നുമൊക്കെ എല്ലാ ഇൽമും മദീനയിലെ ഇൽമു മുഴുവനും ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു സമ്പാദിച്ചു. സുബ്ഹാനല്ലാഹ്. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ പ്രത്യേകം മദീന നിവാസികളെയും മദീനയെയും ബഹുമാനിക്കാറുണ്ട്. മഹാനവറുകളുടെ വാചകത്തിൽ ഖാല ബഅദു അസ്ഹാബിന എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശം മദീന നിവാസികളായ പണ്ഡിതന്മാരാണ്. അതേസമയത്ത് മഹാനവർ ഖാല ബഅദുൻ നാസ് എന്ന് പറഞ്ഞാൽ ഇറാഖിക്കാരായ പണ്ഡിതന്മാരാണ് ഉദ്ദേശം. മദീനക്കാർക്ക് അവിടുത്തെ വാചകത്തിൽ തന്നെ പ്രത്യേകം പരിഗണന കൊടുക്കുന്ന ആളാണ് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു. ആ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഉപദേശം നൽകുന്ന സമയത്ത് പ്രത്യേകം പറഞ്ഞു ശിഷ്യന്മാരോട്. ഓ യൂനുസ് ഇബ്നു അബ്ദുല്ലാ എന്ന ശിഷ്യൻ പറഞ്ഞത് കാണാം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കേട്ടിട്ടുണ്ട്, മോനെ മാ ഉരീദു ഇല്ലാ നുസ്ഹക, നിന്നെ ഉപദേശിക്കൽ മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, നിന്റെ നന്മയാണ് ഞാൻ ലക്ഷ്യം വെക്കുന്നത്. മാ വജദ്തു